ജീവിതത്തിൽ ആരാണ് ക്രിസ്തുവിൻ്റെ ഒപ്പം നടക്കണമെന്ന് ചിന്തിച്ചു നോക്കിയാലോ? ആർക്കാണ് ഈശോയെ സ്വന്തമാക്കാനായിട്ട് സാധ്യത കൂടുതലുള്ളത്? ഈശോയുടെ കൂടെ സഞ്ചരിക്കുന്നവർ ആരാണെന്നൊന്ന് പരിശോധിച്ച് നോക്കാം നമുക്ക് സ്നേഹമുള്ളവരെ. വചനം പറയുന്നത് ക്രിസ്തുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം ജീവിതത്തിലെ കുരിശുകൾ ചുമക്കണമെന്നാണ് വചനത്തിൽ പറയുന്നത്. കുരിശെടുക്കാതെ ആർക്കും ഈശോയെ സ്വന്തമാക്കാൻ പറ്റില്ല. ജീവിതത്തിലെ സഹനങ്ങൾ ഏറ്റെടുക്കാതെ ആർക്കും ഈശോയെ സ്വന്തമാക്കാൻ സാധിക്കില്ലെന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ്. നോക്കിയേ, നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ്? രോഗങ്ങൾ വരുമ്പോൾ, കഷ്ടതകൾ വരുമ്പോൾ, ജീവിതത്തിൽ അപമാനങ്ങൾ വരുമ്പോൾ, ഒറ്റപ്പെട്ടു പോകുമ്പോഴൊക്കെ നമ്മൾ എങ്ങനെയാണ് ആ സഹനങ്ങൾ നേരിടുന്നത്? വലിയ മാറാപ്പായിട്ടാണ്, വലിയ ഭാരമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ക്രിസ്തുവിനെ പരിഗണിക്കാൻ, ക്രിസ്തുവിൻ്റെ കൂടെ നടക്കാനായിട്ട് ചിലപ്പോഴൊക്കെ നമ്മളൊക്കെ വഴിമാറി നടക്കുന്നവരായിരിക്കാം. ജീവിതത്തിലെ കുരിശുകൾ സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ സാധിക്കുന്നുണ്ടോ? പരാതി കൂടാതെ ഏറ്റെടുക്കാൻ സാധിക്കുന്നുണ്ടോ? നീ ക്രിസ്തുവിൻ്റെ ഒപ്പമാണ്. ജീവിതത്തിലെ വേദനകൾ വരുമ്പോൾ ഈശോയുടെ കൂടെയാണെന്നുള്ളൊരു ബോധ്യത്തിലാണോ എനിക്ക് ആ സഹനങ്ങളെ നേരിടാൻ സാധിക്കുന്നത്? നോക്കിയേ, നമുക്ക് ഈ കാലഘട്ടത്തിലേക്കൊന്ന് ചിന്തിച്ചു നോക്കിയാൽ രോഗങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നൊക്കെ മാറി നടക്കാനാണ് എല്ലാവർക്കും ആഗ്രഹം. യാഥാർത്ഥ്യത്തെ എപ്പോഴും ഫേസ് ചെയ്യാൻ എപ്പോഴും ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് ഈശോയുടെ കൂടെ സ്വന്തം ജീവിതത്തിലെ കുരിശും എടുത്തുകൊണ്ട് നടന്നു നീങ്ങാനായിട്ടൊന്ന് പരിശ്രമിച്ചാലോ? കഴിഞ്ഞ ദിവസം കേട്ടൊരു മനോഹരമായിട്ടുള്ളൊരു കഥയുണ്ട്. സ്വർഗ കവാടത്തിലേക്കൊരു പുഴു കടന്നു വരികയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പുഴു സ്വർഗത്തിലെത്തുന്നത്. പക്ഷേ പുഴുവിന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല. സ്വർഗത്തിൻ്റെ കവാടം പുഴുവിൻ്റെ മുമ്പിൽ തുറന്നു കിട്ടുന്നില്ല. കാരണം സ്വർഗത്തിൽ നിന്നൊരു സ്വരം ഇങ്ങനെയാണ് കേൾക്കുന്നത്: നീ ഇനിയും ഭൂമിയിലേക്ക് കടന്നു ചെല്ലണം. സഹനത്തിൻ്റെ നീർച്ചൂളയിൽ നിനക്ക് മനോഹരമായിട്ടുള്ള ചിറക് വരും. നീ ഒരു പൂമ്പാറ്റയായിട്ടാണ് സ്വർഗം നിന്നെ പ്രതീക്ഷിക്കണേ എന്ന്. നോക്കിയേ, നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും വേദനകളും ഒക്കെ ദൈവം നൽകുന്നത് സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴിയായിട്ടാണ്. നമുക്കും ദൈവം നൽകുന്ന ഈ സഹനങ്ങളിലൂടെ സ്വർഗത്തിലേക്ക് പറന്നെത്താനുള്ള ചിറകുകൾ ദൈവം നൽകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ജീവിതത്തിലെ സഹനങ്ങളോട് നോ പറയണ്ട. സഹനങ്ങളിൽ നിന്നും മാറി നിൽക്കാനായിട്ട് പരിശ്രമിക്കേണ്ട. സ്വർഗത്തിലേക്ക് നടന്നെടുക്കാനുള്ള വഴിയാണെന്നുള്ള ബോധ്യത്തിൽ മുന്നേറാനായിട്ട് പരിശ്രമിക്കാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.